പ്രിയപ്പെട്ട അപ്പച്ചന്മാരെ, അമ്മച്ചിമാരെ, സഹോദരങ്ങളെ, കുഞ്ഞുമക്കളെ, ജ്ഞാനത്തിന്റെ പുസ്തകം 9-ാം അധ്യായം 6-ാം തിരുവചനം. മനുഷ്യരുടെ മധ്യേ ഒരുവൻ പൂർണ്ണനെങ്കിലും അങ്ങയിൽ നിന്ന് വരുന്ന ജ്ഞാനമില്ലെങ്കിൽ അവൻ ഒന്നുമല്ല. ടെലിവിഷൻ സ്റ്റാർ എന്നറിയപ്പെടുന്ന ഫുൾട്ടൻ ജെഷീൻ, അദ്ദേഹം വലിയ ഒരു ഭക്തനായിരുന്നു. 2 ഹാർട്ട് ഓപ്പൺ സർജറി കഴിഞ്ഞപ്പോഴും ICU, തിയേറ്റർ, അവിടെയെല്ലാം സമയം ചെലവഴിച്ചപ്പോഴും ദിവ്യകാരുണ്യ ആരാധനയിൽ അദ്ദേഹം നിമഗ്നനായി. സ്നേഹമുള്ളവരെ, ഒരിക്കൽ ഒരു നാസ്തികനുമൊത്ത് അദ്ദേഹം യാത്ര ചെയ്യവേ ഒരു ചാപ്പൽ കണ്ട് അതിൽ കയറി. കുറേ സമയം പുറത്തു കാത്തു നിന്നെങ്കിലും ആ നാസ്തികൻ അദ്ദേഹത്തെ കാണാതെയാകയാൽ ആ ചാപ്പലിൻ്റെ ഉള്ളിൽ കടന്നു. 1 മണിക്കൂർ കഴിഞ്ഞാണ് ഫുൾട്ടൻ ജെഷീൻ പുറത്തു വന്നത്. അതിനിടയിൽ ഒരത്ഭുതം സംഭവിച്ചു. ആ നാസ്തികൻ മാനസാന്തരപ്പെട്ട് ഒരു വിശ്വാസിയായി മാറി. സ്നേഹമുള്ളവരെ, പലപ്പോഴും നിർബന്ധത്തിന് കീഴടങ്ങി പലരും ദേവാലയത്തിൽ പോകാറുണ്ട്. പക്ഷേ ഒരു കാര്യം ഓർക്കണം, അവിടെ ചെലവഴിക്കുന്ന ഓരോ നിമിഷവും ദൈവസന്നിധിയിൽ വിലപ്പെട്ടതാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാം, ആത്മശോധന ചെയ്ത് പോരായ്മകൾ തിരുത്താം. ദൈവം നമ്മെ സ്നേഹിക്കുന്നുണ്ട്. നാം പ്രതിസ്നേഹം കൊടുക്കാൻ കടപ്പെട്ടവരുമാണ്. നമ്മെ കാത്തിരിക്കുന്ന ആ ദൈവത്തെ തേടി നാം പുറപ്പെടണം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും.